സിന്ദൂരരേഖ. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 2. ഭഗവാനെ, എൻ്റെ കൊച്ചിനൊന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു. നാണി കാലുകൾ വലിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ പടികൾ ഓടിക്കയറി. അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയിരുന്നു. രാത്രിയിലെ ഉറക്കമൊഴിച്ചിലും ആഹാരം കഴിക്കാതെയുള്ള 5-6 മണിക്കൂറത്തെ ബസ് യാത്രയും അവരെ വല്ലാതെ തളർത്തി. എങ്കിലും മീരയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ മറ്റെല്ലാ ക്ഷീണവും മറന്ന് അവർ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പാഞ്ഞു. ആദ്യത്തെ നിലയിലെത്തിയതിനു ശേഷം അവർ ചുറ്റും ഒന്ന് നോക്കി. പരിചിതമല്ലാത്ത ഇടം. ആരോടാ ഒന്ന് ചോദിക്കുക? കയ്യിലിരുന്ന പഴയ കീപാഡ് ഫോണിൽ നിന്നും ദത്തൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അവർ വിളിച്ചു. ഹലോ ചിറ്റേ. മോനെ, നീ എവിടാ? ഞാനിവിടെ ആശുപത്രിയിലുണ്ട്. മറുവശത്ത് നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും നാണി പറഞ്ഞു. ചിറ്റ ആശുപത്രിയിൽ വന്നോ? ആദ്യത്തെ നിലയിൽ വന്നിട്ട് ഇടത്തുവശത്ത് കാണുന്ന വരാന്തയിലൂടെ അവസാനം വരെ വാ, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ദത്തൻ മറുപടി നൽകിയതും അവർ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. ആ വരാന്ത അവസാനിക്കുന്നിടത്തേക്ക് ചെന്നതും ദൂരെ നിന്നേ കണ്ടു അവിടെ കൂടി നിൽക്കുന്ന ദത്തനെയും രവിയെയും. മോനെ, മീരമോൾക്ക് അവൾക്ക് എങ്ങനെയുണ്ട്? അവൾ നിറഞ്ഞ കണ്ണുകൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് അവൻ അരികിലേക്ക് ചെന്നു. കുഴപ്പമൊന്നുമില്ല ചിറ്റെ, മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉച്ച കഴിയുമ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആരുടെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവനൊന്ന് മൂളിയിട്ട് അവന് പുറകിലായി തലകുനിച്ച് നിൽക്കുന്ന രവിയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. രവിയേട്ടൻ ഇപ്പോൾ സങ്കടമായിട്ടുണ്ടാവും അല്ലേ? മോള് ചത്തു കിട്ടിയില്ലല്ലോ. പുച്ഛം നിറഞ്ഞിരുന്നു നാണിയുടെ വാക്കുകളിൽ. അയാൾ മറുപടിയൊന്നും പറയാതെ തന്നെ അവിടെ നിന്നും ദൂരേക്ക് മാറി നിന്നു. നാണി കണ്ണുകൊണ്ട് ദത്തനെ ഒന്ന് ആംഗ്യം കാട്ടിയിട്ട് എതിർവശത്ത് കാണുന്ന മുറിയുടെ വാതിൽ തുറന്നകത്തേക്ക് പോയി. ഉള്ളിലേക്ക് കടന്നപ്പോൾ കണ്ടു ഇടത്ത് കൈയുടെ കൈത്തണ്ടയിൽ വലിയൊരു കെട്ടുമായി ബെഡിൽ കിടക്കുന്ന മീരയെ. വെളുത്ത കെട്ടായതിനാൽ തന്നെ ചോരയുടെ ചുവപ്പ് അതിനു മുകളിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നാണിച്ചിട്ടേ. കട്ടിലിൻ്റെ ഓരത്തായി ഇരുന്ന രാജി അവരെ കണ്ടപ്പോഴേക്ക് പൊടുന്നനെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. അവർ പൊട്ടിക്കരച്ചിലോടെ രാജിയുടെ കൈയും പിടിച്ചു നിന്നു. അവശതയോടെ കിടക്കുന്ന മീരയുടെ മുഖത്തേക്ക് നോക്കി. തീർത്തും നിർവികാരത തളം കെട്ടിയിരുന്നു അവിടെ. എന്തിനാ മോളെ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ പോയത്? ഒന്നുമില്ലേലും ഞങ്ങളൊക്കെ ഇല്ലായിരുന്നോ ഇവിടെ? ഇത്രയും വിഷമമുണ്ടായിരുന്നെങ്കിൽ നാണിച്ചിട്ടിയൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ ഓടി വന്നേനെയല്ലോ. അവർ പദം പറഞ്ഞു പുലമ്പിക്കൊണ്ട് അവൾക്കരികിലായി ചെന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. രാജി അവരുടെ സങ്കടം കണ്ട് കട്ടിലിൻ്റെ അരികിലേക്ക് ചാരി നിന്നു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി. അവൾ അവരെ ദീനമായി നോക്കിയതല്ലാതെ ഒന്നും ഉരിയാടിയതേയില്ല. എന്താടി ഒന്നും മിണ്ടാത്തത്? ഈശ്വരൻ്റെ കൃപ കൊണ്ട് ഒന്നും പറ്റിയില്ല. അരുതാത്തത് വല്ലോ സംഭവിച്ചിരുന്നെങ്കിലോ? പെണ്ണിൻ്റെ കരഞ്ഞു വീങ്ങി നീരു വച്ചതുപോലെയുള്ള മുഖത്തൊന്ന് തൊട്ടുകൊണ്ട് നാണി ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് എന്നോട് എല്ലാവരും വിഷം കൊടുത്തു കൊല്ലാൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വാക്കുകൾ പെറുക്കി പെറുക്കി പറഞ്ഞു വിതുമ്പുന്ന അവളുടെ മാനസികാവസ്ഥ നാണിക്ക് ഊഹിക്കാൻ പറ്റുന്നതായിരുന്നു. ചേച്ചിയുടെ ഭർത്താവാണെങ്കിലും രവി എന്ന മനുഷ്യൻ്റെ സ്വാർത്ഥത നേരത്തെ തന്നെ അറിവുള്ളതിനാൽ അവർക്കപ്പോൾ മീരയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അയാളാണോ നിനക്കിവിടെ ചിലവിന് തരുന്നത്? അയാളാണോ നിന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത്? ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഏട്ടനെയെങ്കിലും നിനക്കപ്പോൾ ഓർക്കാമായിരുന്നു മോളെ. നീ കാണിച്ച മണ്ടത്തരത്തിന് അവൻ എന്തോരം നൊന്തിട്ടുണ്ടാവും. അവരവളുടെ നെറുകയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് അപ്പോൾ അതൊന്നും ഓർത്തില്ല ചിറ്റേ. ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നെന്ന് അന്നേരം തോന്നിപ്പോയി. ഭർത്താവിൻ്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ഒരുപോലെ എന്നെ തള്ളി പറഞ്ഞപ്പോൾ ആർക്കു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഞാൻ കാരണം എല്ലാവർക്കും നാണക്കേടാണെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എൻ്റെ മനസ്സും കൈവിട്ടുപോയി. ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചിറ്റേ? അവൾ അവരുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിതുമ്പി കരഞ്ഞു. കരയല്ലേ മോളെ എന്നവർ പറഞ്ഞില്ല. കരയട്ടെ, സങ്കടം തീരെ കരയട്ടെ എന്നവർ കരുതി കാണും. വെറുതെ മീരയുടെ സങ്കടങ്ങൾ കണ്ണുകൊണ്ട് മനസ്സ് മരിച്ചവരെ പോലെ നാണിയിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഗർഭിണിയായിരുന്നപ്പോൾ താനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ആദ്യമായി ദത്തനെ കയ്യിലേറ്റ് വാങ്ങിയതിനേക്കാളും സന്തോഷമായിരുന്നു മീരയെ കയ്യിൽ കിട്ടിയപ്പോൾ. തൻ്റെ കല്യാണം കഴിയുന്നിടം വരെ അവളെ നോക്കിയതും താനായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിൽ പോയി കഴിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് അവളെ കാണുവാനായി താൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ്
തനിക്ക് മകൾ പിറന്നത് തന്നെ. പക്ഷേ അപ്പോഴും തൻ്റെ മൂത്ത മകൾ മീര തന്നെയായിരുന്നു എന്നവരപ്പോൾ ഓർത്തുപോയി. നീ എപ്പോൾ വന്നു? ഒരു ഫ്ലാസ്കും പിടിച്ചുകൊണ്ട് അപ്പോഴങ്ങോട്ടേക്ക് കയറി വന്ന സുലോചന അനിയത്തിയെ കണ്ട അതിശയത്തോടെ നോക്കി. ഇപ്പോൾ വന്നതേയുള്ളൂ. വെളുപ്പിനത്തെ ബസ്സിലിങ്ങി കയറി. അവർ സുലോചനയോട് പറഞ്ഞു. നീ വല്ലതും കഴിച്ചോടി? മീരയ്ക്ക് വയ്യെന്നറിഞ്ഞതും തീറ്റയും കൊടിയും ഒന്നുമില്ലാതെ ഇങ്ങോട്ടേക്ക് ഓടി വന്ന് കാണും. അനിയത്തിയുടെ പടുതിയും കോലവും കണ്ട് അവർ ഫ്ലാസ്കിലിരുന്ന ചൂട് ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവർക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ടാടി, കൊച്ചിന് കൊടുക്ക്. അവരത് നിരസിച്ചുകൊണ്ട് മീരയുടെ നേർക്ക് വിരൽ ചൂണ്ടി. അവളെ ഞാൻ രാവിലെ നിർബന്ധിപ്പിച്ച് ഇത്തിരി കഴിപ്പിച്ച് കിടത്തിയതാ. നീ ഇതങ്ങോട്ട് കുടിക്ക്. എന്താണേലും മുഖം കണ്ടാൽ അറിയാം ഇന്നൊന്നും വയറ്റിലേക്ക് ചെന്നിട്ടില്ലെന്ന്. നാണിയുടെ കയ്യിലേക്ക് ആ ഗ്ലാസ് വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ഗ്ലാസ്സിൽ ചായ ഒഴിച്ച് രാജിക്ക് കൊടുത്തവർ. ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നേരത്തേക്കും ബില്ലടയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ദത്തൻ. പ്രൈവറ്റ് ആശുപത്രിയല്ലേ, ബില്ലടച്ചില്ലെങ്കിൽ അവർ ഡിസ്ചാർജ് എഴുതി തരത്തില്ലല്ലോ. ഇവളുടെ അവസ്ഥ കണ്ടപ്പോൾ പേടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന. ആർക്ക് വേണ്ടെങ്കിലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. കയ്യിലിരുന്ന ചായ ഒന്നും മുത്തി കുടിച്ചുകൊണ്ട് സുലോചന അവരുടെ ആകുലതകൾ വിവരിച്ചു. മീരയാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ വയ്യാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുഖം ചുവരിന് നേർക്ക് തിരിച്ചുകൊണ്ട് ശബ്ദമില്ലാതെ വിതുമ്പി. താൻ കാരണം ഏട്ടന് വീണ്ടും ബാധ്യത കൂടിയല്ലോ എന്നൊരു കുറ്റബോധം പെണ്ണിനെ കാർന്നു തിന്നുവാനായി തുടങ്ങി. ഇവളെ വീട്ടിൽ നിർത്താൻ മേലാത്ത അവസ്ഥയുമാണിപ്പോൾ. അങ്ങേർക്ക് എപ്പോഴാ ബാധ കയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്തിരി വെള്ളവും കൂടി വയറ്റിലേക്ക് ചെന്ന പിന്നെ ഒന്നും പറയണ്ട. അത് കേട്ട് ചാവാൻ ഇവിടെ ഒരുത്തി. ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയാനാ ഈശ്വര? സുലോചനയുടെ കണ്ണിൽ നിന്നും ചാലുകൾ ഒഴുകിയിറങ്ങിയിട്ടും അവരതിനെ തുടച്ചു മാറ്റുവാൻ പെനക്കെട്ടില്ല. ഇതിപ്പോൾ കെട്ടിയോൻ്റെയും മകളുടെയും ഇടയിൽ കിടന്ന് നരകിക്കാനാ എൻ്റെ വിധി. അങ്ങേരോട് എന്തേലും പറയാമെന്ന് വെച്ചാൽ പോത്തിൻ്റെ ചെവിയിൽ വേദമോതുന്നത് പോലെയാ. ഇവളോട് പിന്നെ അതും പറ്റത്തില്ല. കാലിയായ ഗ്ലാസ് മേശയുടെ പുറത്തേക്ക് വെച്ചിട്ട് അവർ വീണ്ടും എന്തൊക്കെയോ സങ്കടങ്ങൾ അനിയത്തിയുടെ മുൻപിൽ അക്കമിട്ട് നിരത്താൻ തുടങ്ങി. അമ്മേ, ബില്ലടച്ചിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന ദത്തൻ അത് പറഞ്ഞതും അത്രയും നേരം നടന്ന സംഭാഷണങ്ങൾക്ക് പൊടുന്നനെ തിരശീല വീണു. അവരൊന്ന് ഗൗരവത്തോടെ മൂളിയിട്ട് മകന് പിന്നിലായി നിൽക്കുന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഇത്തിരി ആദിയോടെ പാളി നോക്കി. അമ്മ ഇവളെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി ഇത്തിരി വെള്ളമൊക്കെ കൊടുക്ക്. ഞാൻ പോയി എന്തേലും വണ്ടി കിട്ടുമോ എന്ന് നോക്കട്ടെ. മീരയുടെ നേർക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞു പുറത്തേക്കിറങ്ങാനായി തുടങ്ങിയതും രവി മകനെ തടഞ്ഞു നിർത്തി. ഇവളെ ഇനിയും വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? യാതൊരു സങ്കോചവും കൂടാതെ തന്നെ അയാൾ ചോദിച്ചു. നമ്മുടെ വീട്ടിലേക്കല്ലാതെ ഇവൾ ഇനി എങ്ങോട്ടേക്കാണ് അച്ഛാ പോകുന്നേ? ദത്തൻ്റെ കണ്ണുകൾ കൂർത്തു. ഞാൻ ഇവളുടെ അമ്മായിയപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങോട്ടിങ്ങോട്ട് ഉച്ച കഴിഞ്ഞ് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അയാളുടെ എങ്ങും തൊടാതെയുള്ള വർത്താനം കേട്ടതും ദേവന് വിറഞ്ഞു കയറി. അതച്ഛൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ദത്തൻ അയാളോട് തർക്കിച്ചു. അക്കാര്യം ഞാൻ തീരുമാനിച്ചാൽ മതി. വേറെ ആരും ഇതിലിടപെടേണ്ട കാര്യമില്ല. കെട്ടിക്കഴിഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങൾ അവരവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അല്ലാതെ ലോകത്തില്ലാത്ത എല്ലാ കാരണങ്ങളും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നാണമില്ലാതെ കിടക്കുകയല്ല വേണ്ടത്. അയാൾ ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? അവൾ നമ്മുടെ മകളല്ലേ. അവൾക്കൊരു സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ നോക്കാതെ പിന്നെ ആ നരകത്തിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? രാത്രി തേജുമോ കണ്ടതുകൊണ്ട് മാത്രം എൻ്റെ മോള് ചാവാതെ രക്ഷപ്പെട്ടു. അവളെ ഇനിയും കൊല്ലാക്കൊലയ്ക്ക് കൊടുക്കുവാനാണോ നിങ്ങളുടെ തീരുമാനം? സുലോചന ദേഷ്യം സഹിക്കാതെ ചോദിച്ചു പോയി. അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ നീയും പോടി ഇവിടെ കൂടെ. അപ്പോൾ പിന്നെ എന്നും മോളെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാം. രവി ഗർവോടെ ഭാര്യയുടെ നേർക്ക് ചൂടി. നിങ്ങളൊരച്ഛനാണോ? എന്തിന്? നിങ്ങളൊരു മനുഷ്യനാണോ? സുലോചനയ്ക്ക് ദേഷ്യം തോന്നി. അതിയായ ദേഷ്യം. പെറ്റ വയറിനെ മനസ്സിലാക്കാത്ത ഒരു നീചനോടുള്ള ദേഷ്യം. സ്വന്തം മകളെ കുരുതിക്ക് കൊടുക്കുവാൻ പോകുന്ന ഒരച്ഛനോടുള്ള ദേഷ്യം. അതേടി, ഞാനൊരു മനുഷ്യനല്ലെന്ന് തന്നെ നീ കൂട്ടിക്കോ. അല്ലെങ്കിൽ തന്നെ അടുക്കളാം പണിയും ചെയ്ത് വീട്ടിലിരിക്കുന്ന നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് പുറത്ത് ഞാൻ സഹിക്കുന്ന നാണക്കേടുകളൊന്നും അറിയാൻ വകയില്ലല്ലോ. മേസ്തിരിപ്പണിക്ക് ചെല്ലുമ്പോൾ കൂടെയുള്ള തൊഴിലാളികൾ പോലും ഓരോന്ന് കുത്തി കുത്തി പറയുന്ന കേൾക്കുമ്പോൾ
ദേ നിന്ന നിപ്പിൽ ഉരുകി പോവുകയാണ് ഞാൻ. ഈ കിടക്കുന്ന നിൻ്റെ മൂത്ത മോള് കാരണം ചത്തൊടുങ്ങിയെന്നാ ഞാൻ വിചാരിച്ച്. ഇതിപ്പോൾ രവി പറഞ്ഞു തീർത്തില്ല. അതിനു മുൻപേ തന്നെ ദത്തൻ്റെ അടിയേറ്റ് അയാൾ താഴേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അപ്പനെ തല്ലിയോൻ എന്ന പേര് വീണാലും ശരി, നിങ്ങൾ പറയുന്ന തന്തയില്ലായ്മയ്ക്ക് ഒരെണ്ണം പൊട്ടിച്ചില്ലെങ്കിൽ ഞാനിവിടെ ചേട്ടനാണെന്നും പറഞ്ഞ് നിൽക്കുന്നതിൽ എന്താണ് കാര്യം? ദത്തനെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നത് കണ്ടപ്പോഴേക്കും രാജി പേടിയോടെ അവൻ അരികിലേക്കായി ഓടിച്ചെന്ന് നിന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന സുലോചനയുടെ നാണിയുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. പക്ഷേ മീര മാത്രം തൻ്റെ മുൻപിൽ അരങ്ങേറുന്ന സംഭവങ്ങൾക്കൊക്കെ താൻ മാത്രമാണല്ലോ കാരണമെന്നാലോചിച്ച് നെഞ്ച് തകർന്ന് കരയുകയായിരുന്നു. ഇവളിങ്ങനെ ഈ വീട്ടിൽ കിടക്കാൻ തന്നെ കാരണം നിങ്ങൾ ഒറ്റയൊരുത്തനാണ്. അന്നേ ഞാൻ പറഞ്ഞതാ ആദിത്യനുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന്. അന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടോ? ഇല്ല. പണക്കാരനായ ഒരുത്തനെ മോളെ പിടിച്ചു കെട്ടിക്കാൻ നോക്കുമ്പോൾ ആങ്ങളിക്ക് കുശുമ്പാണെന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റെ വായ മൂടിക്കെട്ടി. ഇപ്പോൾ കണ്ടോ എൻ്റെ അനിയത്തിയുടെ അവസ്ഥ? അവൾ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതൊന്നുമല്ലല്ലോ. നിങ്ങളായിട്ട് കൊടുത്ത സംബന്ധം തന്നെ അല്ലായിരുന്നോ അത്? എന്നിട്ടിപ്പോൾ അവൾ ഭാരമാണെന്ന് അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ? ഇപ്പോൾ അമ്മയും മക്കളും ഒറ്റക്കെട്ട്, ഞാൻ മാത്രം ദുഷ്ടനും. തറയിൽ വീണു കിടന്ന രവി പതിയെ വേച്ച് ചുവരിന്മേൽ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് നിന്നു. അമ്മേ, അവളെ ഒരുക്കാൻ നോക്ക്. അയാളോട് സംസാരിച്ചുകൊണ്ട് നിന്നാൽ സമയം പോകും. ഞാൻ പോയി വണ്ടി വിളിച്ചുകൊണ്ട് വരാം. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൻ മീരയെ ഒന്ന് നോക്കി വേദനയോടെ. എന്നിട്ട് വാതിലിന് നേർക്ക് നടക്കാനായി തിരിഞ്ഞു. ദത്താ! പൊടുന്നനെ നാണിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. അവൻ പോവാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ നോക്കി എന്താണെന്നുള്ള രീതിയിൽ. ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുക. നാണക്കേടുള്ളവരുടെ വീട്ടിൽ കൊണ്ടു നിർത്തി ഇനി ഈ കൊച്ചിനെ കണ്ണുനീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോളാ ഇവള്, എൻ്റെ പൊന്നുമോള്. നീ ഇപ്പോൾ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലും നാളെ നിൻ്റെ അച്ഛൻ ഇവൾക്ക് വിഷം കൊടുത്ത് കൊല്ലുകയില്ലെന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരുടെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നില്ല. കൊണ്ടുപോകുക ഞാൻ. വീട് പണി എടുത്തിട്ടാണെങ്കിലും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഒരു വയറിനു കൂടിയുള്ള ഭക്ഷണം കൊടുക്കാൻ ഈ നാണിക്ക് ഇപ്പോഴും ആരോഗ്യമൊക്കെയുണ്ട്. അവരുടെ ഒച്ച അവിടെ മുഴങ്ങി കേട്ടു. സുലോചനയ്ക്ക് പോലും ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം അനിയത്തി പറഞ്ഞത് അത്രയും ശരിയായ കാര്യമായിരുന്നു. മീരയെ ഇപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലും നീചനായ തൻ്റെ ഭർത്താവ് ഒരു നാൾ ആരും അറിയാതെ അവളെ കൊന്നു കളയാൻ പോലും മടിക്കില്ല. കൊണ്ടുപോയിക്കോ നാണി. അവൾ അവിടെ സമാധാനത്തോടെ ജീവിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. സുലോചനയുടെ വാക്ക് അവസാന വാക്കായിരുന്നു. എന്തോ പറഞ്ഞ് തടയാനായി ചെന്ന ദത്തൻ പോലും അമ്മയുടെ ഗൗരവത്തോടെയുള്ള മുഖഭാവം കണ്ട് നിശബ്ദനായി നിന്നുപോയി. എന്തോ ശക്തമായ ചൂട് മുഖത്തേക്ക് അടിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് മീര വളരെ കഷ്ടപ്പെട്ട് കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കിയത്. അപ്പോൾ അവൾ അറിഞ്ഞു, കട്ടിലിനോട് ചേർന്ന് കിടക്കുന്ന കുമ്മായമടിച്ച ചുവരിലെ തുറന്നു കിടക്കുന്ന ജനലിൽ നിന്നും അകത്തേക്ക് അടിച്ചു കയറുന്ന സൂര്യരശ്മികളാണ് തൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയെന്നുള്ള കാര്യം. ആ മുറിയിലെ ഓടിട്ട മച്ചും ചുവരിൽ പണിതു വെച്ചിരിക്കുന്ന അടപ്പില്ലാത്ത ഷെൽഫുമൊക്കെ കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ട് കുറച്ചുനേരം അവൾ അങ്ങനെ തന്നെ കിടന്നു. തലേ ദിവസം വരെ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം വന്നു തുടങ്ങിയിരുന്നു. ആശുപത്രിയിൽ നിന്ന് നേരിട്ട് ചിറ്റമ്മ തന്നെ ബലമായി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക്. അമ്മയുടെയും ഏട്ടൻ്റെയും പാതി സമ്മതം കൂടി കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു. 5-6 മണിക്കൂറുകൾ നീണ്ട യാത്ര ചെയ്ത് ഈ നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നേരം ഇരുട്ടിയിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോകുവാനുള്ള ദൂരമേ ഉണ്ടായിരുന്നെങ്കിലും അസമയമായതുകൊണ്ട് തന്നെ അറിയാവുന്ന ആരുടെയോ ഒരു ഓട്ടോ പിടിച്ചാണ് ചിറ്റമ്മയും താനും ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. കല്യാണത്തിന് മുമ്പ് 1-2 വട്ടം വന്നിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. എപ്പോഴും ചിറ്റമ്മയായിരുന്നു വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. രശ്മി ഉണ്ടാക്കി വെച്ച കഞ്ഞിയും പയറും കഴിച്ചിട്ട് കട്ടിലിലേക്ക് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കഴിഞ്ഞ നീണ്ട 2-3 വർഷങ്ങളിലെ ഉറക്കം ഒരു ദിവസം കൊണ്ട് ഉറങ്ങി തീർത്തതുപോലെയായിരുന്നു. അവൾ മെല്ലെ തലചെരിച്ച് ഇടത്തുവശത്തെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 12 മണി കഴിഞ്ഞിരിക്കുമെന്ന് തോന്നിയതും അവൾ ധൃതിയിൽ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അമ്മേ! മുറിഞ്ഞ കൈ താങ്ങി വേദനിച്ചപ്പോൾ അവളൊന്ന് തേങ്ങിപ്പോയി. മുറിവ് ചുറ്റിക്കെട്ടിയ തുണിക്ക് മുകളിൽ അവൾ പതിയെ ഊതിക്കൊടുത്തു. വേദനയൊന്ന് കുറഞ്ഞതും പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മീര മുറിക്ക് പുറത്തേക്കിറങ്ങി.
കിടപ്പുമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത് ചെറിയൊരു ഹാളിലേക്കാണ്. അവിടെ നിന്നും വലത്തുവശത്തായിട്ടുള്ള മുറി രശ്മിയുടേതാണെന്ന് തോന്നുന്നു. ഹാളിൽ നിന്ന് നേരെ കയറുന്നത് അടുക്കളയിലേക്കും. മുൻവാതിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ ഇരിക്കാൻ പാകത്തിൽ പകുതി കെട്ടിയിട്ടിരിക്കുന്ന നീണ്ട കൊച്ചു തിണ്ണയാണ്. ചരൽ വിരിച്ച കുഞ്ഞു മുറ്റവും അതിൻ്റെ അതിരിലായി ചുറ്റും നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കുറേ ചെടികളും എല്ലാം രശ്മിയുടെ പണിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. നീ എഴുന്നേറ്റോ? നിന്റെ ഉറക്കം കണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അടുക്കളയിൽ ചോറിനുള്ള കൂട്ടാൻ കാലമാക്കിക്കൊണ്ടിരുന്ന നാണി അവളെ കണ്ടപ്പോഴേക്കും കുശലം പറഞ്ഞു. പെണ്ണൊരു ചിരി വരുത്തി, അത്രമാത്രം. പോയി പല്ല് തേച്ചിട്ട് വാ മോളെ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അടുക്കളയുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന പൊട്ടിക്കാത്ത ഒരു പുതിയ ബ്രഷ് അവൾക്കായി നീട്ടിയവർ. നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇന്ന് പോയി മേടിക്കാൻ കേട്ടോ. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്നും എടുത്തോണ്ട് വരാൻ പറ്റിയില്ല. സാരമില്ല, എല്ലാം പതിയെ വാങ്ങാം. അവർ വാത്സല്യത്തോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അടുപ്പിലെ കത്തുന്ന വിറകൊന്ന് അകത്തേക്ക് തട്ടിക്കൊടുത്തു. തലയൊന്ന് ആട്ടിക്കാട്ടി. അല്ലാതെ തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? വെളിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയിൽ പേസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട് മോളെ, പോയി മുഖം കഴുകിയിട്ട് വാ. അവർ പറഞ്ഞതും അടുക്കള വാതിൽക്കൽ കൂടെ തന്നെ അവൾ പുറത്തേക്കിറങ്ങി. അടുക്കളയുടെ തന്നെ പുറത്തുള്ള ചുവരിൽ ആണിയടിച്ച് തൂക്കിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പെട്ടിയിൽ നിന്നും പേസ്റ്റ് എടുത്ത് പൊട്ടിച്ച കവറിൽ നിന്നും പുറത്തേക്കെടുത്ത ബ്രഷിലേക്ക് ഇത്തിരി ഞെക്കി വെച്ചു. പല്ല് തേച്ചുകൊണ്ട് അടുക്കള മുറ്റത്തുള്ള കിണറ്റിൻകരയിലേക്ക് നടന്നു. കിണറിൻ്റെ കെട്ടിപ്പൊക്കിയ പാതകത്തിനരികിലായി ഒരു പൈപ്പിൻ്റെ കണക്ഷനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബ്രഷ് ചെയ്ത് മുഖവും കഴുകി ബ്രഷ് കൊണ്ടുപോയി ആ പെട്ടിയിലേക്കായി ഇട്ടുവെച്ചു. അടുക്കളയുടെ പിന്നിലായി അതിനോട് ചേർന്ന് പണിതിരിക്കുന്ന പുറത്തു നിന്നും തുറക്കാവുന്ന ബാത്റൂമിലേക്ക് അവൾ കയറി. പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും നാണി അവൾക്കായി ചൂട് ദോശ ചുട്ടുവെച്ച് കഴിഞ്ഞിരുന്നു. മോള് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ചൂടായിട്ട് ചുട്ടു തരാമെന്ന് വിചാരിച്ചു. നേരത്തെ ചുട്ടുവെച്ചാൽ തണുത്തു പോകുമല്ലോ. ഒരു പാത്രത്തിൽ 2-3 ദോശയും വെച്ച് അതിന് മുകളിലേക്ക് ചമ്മന്തിയും ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടിയവർ. അവളത് കയ്യിൽ വാങ്ങി ആ ചെറിയ അടുക്കളയുടെ മൂലയിലിട്ടിരിക്കുന്ന കസേരയിലേക്ക് ചെന്നിരുന്നു. മുന്നോട്ടിരിക്കുന്ന തടിമേശയിലേക്ക് പാത്രം വെച്ചിട്ട് പതിയെ കഴിക്കുവാനായി തുടങ്ങിയപ്പോഴേക്കും നാണി അവൾക്കുള്ള ചൂട് ചായ ആറ്റിച്ചുകൊണ്ട് അവളുടെ പാത്രത്തിന് മുൻപിലായി വെച്ചു കൊടുത്തു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞതൊക്കെ എൻ്റെ പൊന്നുമോള് മറക്കണം. ഇവിടെ നിന്നെ ആരും ഒരു ശല്യത്തിനും വരില്ല. വല്ലതുമൊക്കെ തിന്നും കുടിച്ചും ആദ്യം ഈ ശരീരം ഒന്ന് നന്നാക്കിയെടുക്കാൻ നോക്ക്. ആകെ ചടഞ്ഞു പോയി നീ. അവളുടെ മെല്ലിച്ച ശരീരത്തിലേക്ക് നോക്കി അവർ ആവലാതി പറഞ്ഞു. ഒരു പുഞ്ചിരിയോടുകൂടി മീര തലയാട്ടി. രശ്മി എവിടെയമ്മേ? എഴുന്നേറ്റപ്പോൾ തൊട്ട് അവളെ കണ്ടില്ലല്ലോ എന്ന കാര്യം അപ്പോഴാണ് മീരയ്ക്ക് ഓർമ്മ വന്നത്. അവൾക്ക് കോളേജ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ടേ വരൂ. ചിറ്റയ്ക്കിന്ന് പണിയില്ലായിരുന്നോ? പാത്രത്തിലുള്ള അവസാന പീസും എടുത്ത് കഴിച്ചുകൊണ്ട് മീര അന്വേഷിച്ചു. ഞാനിപ്പോൾ ചന്ദ്രമംഗലത്തേക്ക് പോയിട്ട് വന്നതേയുള്ളൂ. ഉച്ചക്കത്തെയും രാവിലത്തെയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. മോൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും വൈകുന്നേരമാകും. അവരവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അടുപ്പിൽ തിളച്ചു മറിയുന്ന വെന്ത ചോറ് വാർത്ത് തടയിട്ട് വെച്ചു. പച്ചക്കറികളെല്ലാം തീർന്നു പോയിരുന്നു മോളെ. അതുകൊണ്ട് ഒരു ഓമയ്ക്ക കുത്തി തോരനും വെച്ചു. ഇത്തിരി പുളിശ്ശേരിയും ഉണ്ടാക്കി. നാളെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നനഞ്ഞ കൈ വെറുതെ തോളിൽ കിടന്ന തോർത്തിലേക്ക് തൂത്തുകൊണ്ട് അവർ അവൾക്കരികിലേക്കായി ചെന്നിരുന്നു. മോൾക്ക് ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിറ്റയോട് പറയാം. സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. ഇനി എന്തേലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും ആവാം. ഒന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. അവർ അരുമയായി പെണ്ണിൻ്റെ തലയിലൊന്ന് തലോടി. ആ സ്നേഹം കണ്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ചിറ്റമ്മേ, എനിക്കിനി ഒരാഗ്രഹവും ഇല്ല. അനുഭവിച്ചു തീർക്കാവുന്ന പരമാവധി സങ്കടങ്ങളെല്ലാം ഈ 3 വർഷങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ചു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട് എനിക്ക് സ്വർഗമാണ്. ഒരു ജോലിയും ചെയ്യാതെ ചിറ്റമ്മയെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. കഴിച്ച പാത്രം കഴുകി സ്റ്റീൽ സ്റ്റാൻഡിലേക്ക് വെച്ചിട്ട് അവൾ നാണിയോടായി പറഞ്ഞു. അതൊന്നും സാരമില്ല മീരെ, എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണം. അത്രയുള്ളൂ നിൻ്റെ ചിറ്റമ്മയ്ക്ക്. അവരതും പറഞ്ഞുകൊണ്ട് അടുക്കള മുറ്റത്തേക്കിറങ്ങി. നാണിയമ്മേ, ഉച്ചത്തിലുള്ള ആരുടെയോ വിളി കേട്ടപ്പോഴാണ് അവർ കിണറ്റിൻകരയിൽ നിന്ന് മുന്നോട്ടേക്ക് എത്തിക്കൊത്തി നോക്കിയത്. അപ്പോഴവർ കണ്ടു ദേവരാജൻ അച്ചുവിനെയും എടുത്തുകൊണ്ട് പറമ്പിൽ തനിക്കായി കാത്തു നിൽക്കുന്നത്. അയ്യോ, സാറ് വിളിക്കുന്നു മോളെ.
ഞാനൊന്ന് അങ്ങോട്ടേക്ക് ചെന്നിട്ട് വരട്ടെ, എന്തേലും അത്യാവശ്യ കാര്യം കാണും. നാണി പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് കണ്ടതും അവളും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് അവർ പോയ വഴിയെ ഒന്ന് എത്തിക്കുത്തി നോക്കി. അപ്പോഴാണ് മീര ആ വീട് ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ വീടിൻ്റെ മൺപാത കഴിഞ്ഞാൽ മുള്ളുവേലി കെട്ടിത്തിരിച്ചിരിക്കുന്ന ഒരു പറമ്പ്, അതും കഴിഞ്ഞാൽ ഒരു വലിയ വീടിൻ്റെ പിൻവശം വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. കൂടിപ്പോയാൽ ഇവിടെ നിന്ന് ഒരു 20 അടി ദൂരം മാത്രമേ ഉള്ളൂ ആ വീട്ടിലേക്ക്. ചിലപ്പോൾ ഇതായിരിക്കും ചിറ്റമ്മ പണി ചെയ്യുന്ന ചന്ദ്രമംഗലം വീട്. 2-3 വട്ടം ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ചന്ദ്രമംഗലത്തേക്ക് താൻ ഒരു വട്ടം കൂടി പോയിട്ടില്ല. അറിയാം, അവർ ഈ കരയിലെ വലിയ തറവാട്ടുകാരാണെന്ന്. ആരുടെയോ ഒരാളുടെ പിന്നാലെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന നാണിയെ കണ്ടപ്പോൾ അവളുടെ വലത്തെ കൈപ്പത്തി എന്തുകൊണ്ടോ സ്വയം ഉദരത്തെ പൊത്തിപ്പിടിച്ചു. മച്ചിയായ നിന്നെ എൻ്റെ മോൻ ഇട്ടേച്ചു പോയതിൽ ഒരു കുറ്റവും പറയാനില്ല. ഭൂതകാലം കൺമുൻപിൽ വന്ന് നിന്നുകൊണ്ട് കോക്കറി കാട്ടിയതും അവൾ സങ്കടം സഹിക്കാൻ വയ്യാതെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. നാണിയെ, നീ ഒന്ന് കൊടുത്തു നോക്കിയേ, ഞാൻ കൊടുത്തിട്ട് ഈ കള്ളച്ചെറുക്കൻ തിന്നുന്നില്ല. അച്ഛനു വേണ്ടി കുഴച്ചു വെച്ച ചോറ് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ദേവരാജൻ പറഞ്ഞു, എന്താടാ അച്ചുമോനെ നീ മാമൻ തിന്നാത്തത്? അവർ ചെക്കനെ ഒന്ന് കൊഞ്ചിച്ചുകൊണ്ട് ചെറിയ ഉരുള അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആദ്യത്തെ 1-2 വട്ടം അവൻ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞുവെങ്കിലും പിന്നീട് കൊടുത്തതെല്ലാം പതിയെ കഴിക്കുവാനായി തുടങ്ങി. സാറേ, ആദ്യമോൻ എവിടെ? അവന് ചോറൊന്നും വേണ്ടേ? അവൻ ഊണും കഴിഞ്ഞു കിടപ്പായി. ഇവൻ മാത്രം കണ്ണും തുറന്നിരിപ്പുണ്ട്. അച്ചുവിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് ദേവരാജൻ പറഞ്ഞു, ചെക്കൻ വന്ന് കുറുമ്പനായി വരുക. ആദ്യമോനെ കുറെ വെള്ളം കുടിപ്പിക്കും ഇവൻ. പാത്രത്തിലുള്ളത് മുഴുവൻ കഴിപ്പിച്ച് അവൻ്റെ വായും കഴുകിപ്പിച്ചവർ. ഇനി ഞാനങ്ങോട്ടേക്ക് പൊയ്ക്കോട്ടെ സാറേ, മീര അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു മണ്ടത്തരം കാണിച്ചിട്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അവളൊന്ന് നേരെയാകുന്നിടം വരെ അതിന് കൂട്ടിരിക്കേണ്ട കടമ എനിക്കില്ലേ? അച്ചുമോനെ വീടിന് മുറ്റത്തൂടെ നടന്ന് തോളിലിട്ട് തട്ടി ഉറക്കി ആദിമോൻ്റെ അരികിലായി കട്ടിലിലേക്ക് കിടത്തി. നീ എന്നാ പൊയ്ക്കോ നാണി, എന്തേലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ദേവരാജൻ അത് പറഞ്ഞതും നന്ദിയോടെ തലയൊന്നാട്ടിയിട്ട് അവർ വീടിന് പുറത്തേക്കിറങ്ങി. ഇവിടെ സ്വന്തമായിട്ടൊരു വീടപ്പോൾ നീ എന്തിനാ മോനെ വല്ല വാടകയ്ക്കും പോയി കിടക്കുന്നത്? വത്സല ഫോണിൽ കൂടി ആദിത്യനോട് ദേഷ്യപ്പെട്ടു. ഇപ്പോഴുള്ള അവസ്ഥയിൽ അവിടെ വന്ന് താമസിക്കുക എന്നൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അവൻ? അമ്മേ, അവൻ ഇത്തിരി സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നും പറഞ്ഞ് ആ കൊച്ചിനെയും കൊണ്ട് വല്ല വീട്ടിലും പോയി കിടക്കേണ്ട കാര്യമുണ്ടോ? എങ്ങനെ വളർന്ന പെണ്ണാണ് വിനീത, അവിടെ സൗകര്യം കൂടെ നമ്മൾ നോക്കണ്ടേ? വത്സല ആകുലപ്പെട്ടു. അമ്മയൊന്ന് സമാധാനപ്പെട്, കുറച്ച് നാളും കൂടി കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇതൊക്കെ മറക്കും. അപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്നേ. ആദിത്യൻ അത് പറഞ്ഞതും വത്സല പുത്രസ്നേഹത്താൽ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. വിനീത മോൾ എന്തിയേ? അവളുടെ കയ്യിലോട്ടൊന്ന് ഫോൺ കൊടുത്തേ. അമ്മയുടെ ആവശ്യം കേട്ടതും ആദിത്യൻ അവൻ അരികിലായിട്ടിരിക്കുന്ന വിനീതയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ അനിഷ്ടം മനസ്സിലായതും അവൻ കണ്ണ് ചിമ്മിക്കാട്ടി. അതെ അമ്മേ, വീട്ടിലെ പണി, ഓഫീസ് പണി എല്ലാം കൊണ്ട് അവൾ നല്ല തിരക്കായിരുന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. വിനീതയെ പുണർന്നുകൊണ്ട് ആദിത്യൻ അത് പറയുമ്പോൾ അവളും അവന് വിധേയയായി കിടന്നു കൊടുത്തു. എങ്കിൽ നീയും കിടന്നോ ആദിത്യ, നാളെ ബാങ്കിൽ പോകേണ്ടതല്ലേ? ശരിയമ്മേ, ഞാൻ നാളെ വിളിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് ബെഡിലേക്ക് എറിഞ്ഞ് വിനീതയുടെ മേൽ അമരുമ്പോൾ താലി കെട്ടിയവളെ അവൻ ഓർത്തതേയില്ല. അവളുടെ സങ്കടങ്ങളെ അവൻ കണ്ടതേയില്ല. ഒരിക്കൽ കാലം ഇതിനെല്ലാം പകരം ചോദിക്കും എന്നോർക്കാതെ.